ഫോട്ടോയിൽ കാണുന്നത് ഹൈബ്രിഡ് കഞ്ചാവ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡ്രഗാണ് ഹൈബ്രിഡ് ഗഞ്ച എന്നുള്ളത്. സാധാരണ കഞ്ചാവ് വളരെ ഡേഞ്ചറസ് ആണ്. സോ ഹൈബ്രിഡ് ഗഞ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ 10 മടങ്ങ് ഡേഞ്ചറസ് ആണ്. എന്താണ് ഹൈബ്രിഡ് ഗഞ്ച? പ്രധാനമായും 3 തരത്തിലുള്ള സ്ട്രെയിൻസ് ആണ് കഞ്ചാവ് എന്നുള്ളത്. ഒന്ന് കന്നാബിസ് സറ്റൈവ, കന്നാബിസ് ഇൻഡിക്ക, കന്നാബിസ് റൂഡറാലിസ്. ഇതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് കന്നാബിസ് ഇൻഡിക്കയാണ്. ഈ 3 സ്ട്രെയിൻസിനും 3 തരത്തിലുള്ള എഫക്റ്റ് ആണ് ഒരാളിൽ ഉണ്ടാക്കാൻ കഴിയുക. അതായത് കന്നാബിസ് ഇൻഡിക്ക വലിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് റിലാക്സേഷൻ ഫീൽ ചെയ്യും, നന്നായിട്ട് ഉറങ്ങും, സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം ആടെ കുറഞ്ഞതായിട്ട് തോന്നും, നല്ല രീതിക്ക് വിശക്കും, വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കുറയും. ഇനി സറ്റൈവയാണ് വലിക്കുന്നതെങ്കിൽ അയാൾ നല്ല രീതിക്ക് ചിരിക്കും, നല്ല രീതിക്ക് ഹാപ്പി ആകും, ഒരുപാട് എനർജി വന്നതുപോലെ അയാൾക്ക് തോന്നും. മ്യൂസിക് കേട്ടാൽ അതിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി റൂഡറാലിസ്, ഇത് വലിച്ചു കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ഇതിൽ THC ലെവൽ കുറവാണ്. ഒരു കാംനെസ് മാത്രമായിരിക്കും ഇത് വലിക്കുന്ന ഒരാൾക്ക് കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 3 സ്ട്രെയിൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ മുമ്പ് 3 സ്ട്രെയിനുകൾ പറഞ്ഞു, അതിന്റെ ഇഫക്ട്സും പറഞ്ഞു. എന്താണ് ഹൈബ്രിഡ് ഗഞ്ച? ഇൻഡിക്ക സ്ട്രെയിനും സറ്റൈവ സ്ട്രെയിനും എടുത്ത് ക്രോസ് ബ്രീഡിംഗ് ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഒറ്റ സ്ട്രെയിനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇൻഡിക്കയുടെയും സറ്റൈവയുടെയും ഇഫക്ട്സ് ഒരുമിച്ച് ഇത് വലിക്കുന്ന ആൾക്ക് കിട്ടും. 3 തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുകളാണ് ഉള്ളത്. ഇൻഡിക്ക ഡോമിനന്റ്, സറ്റൈവ ഡോമിനന്റ്, 50-50. ഇൻഡിക്ക വലിക്കുമ്പോൾ അതിന്റെ എഫക്ട് വേറെയാണ്, സറ്റൈവ വലിക്കുമ്പോൾ അതിന്റെ എഫക്ട് വേറെയാണ്. സോ രണ്ടും കൂടി ഒന്നിലേക്ക് കൊണ്ടുവന്ന് രണ്ടിന്റെയും എഫക്ട് ഒരേ സമയം വലിക്കുന്ന ആളിലേക്ക് എത്തും എന്നുള്ളതാണ്. സോ ഇതാണ് ഹൈബ്രിഡ് ഗഞ്ച എന്നുള്ളത്. സ്കിറ്റ്സോഫ്രീനിയ പോലുള്ള ഡിസോർഡേഴ്സ് ആണ് ഇവരെ കാത്തിരിക്കുന്നത്. സോ സേ നോ ടു ഡ്രഗ്സ്.